ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓലക്കൊഴുവ മീൻകറിയാണ്. ഈ ഓലക്കൊഴുവയ്ക്ക് ശകലം കട്ടിയും റബ്ബർ പോലെ ഇരിക്കും. പിന്നെ ഇത് അച്ചാറിടാൻ നല്ല മീൻ, അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവൊക്കെ ചേർത്താണ് കറി വെക്കുന്നത്. നമുക്കതിന് വേണ്ടി നമ്മുടെ ചട്ടി ചൂടായി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും നന്നായിട്ട് ചതച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണിപ്പോൾ. അതിനുശേഷം നമുക്ക് ഇതിന് കുരുമുളകാണ് ഞാൻ ഏറെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ചതച്ച പാത്രത്തിൽ തന്നെ നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് മഞ്ഞൾ പൊടി, പിന്നെ എരിവില്ലാത്ത മുളക് പൊടി ചേർത്തേക്കുന്നത്, പിന്നെ കുരുമുളക് ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളവും, പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രധാനമായും ചേർക്കുന്നത് നല്ല നാടൻ കല്ലുപ്പ കേട്ടോ. അതോടെ അരച്ചൊരു കറിയാണ്. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ പണ്ട് അമ്മച്ചിമാരൊക്കെ കല്ലേൽ ഇങ്ങനെ അരച്ചെടുത്ത ആ ടേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് തോന്നും. അത്ര ടേസ്റ്റാണ് ഇങ്ങനെ കല്ലുപ്പ് അരച്ച് വെക്കുന്നതിന്. അതോടൊക്കെ അരച്ച് ഞാൻ കൊണ്ടുവന്ന് ഇനി അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കണം. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജാറൂടൊക്കെ കഴുകി കുറച്ച് വെള്ളം കൊണ്ടൊക്കെ ഒഴിക്കാം. എന്തുമാത്രം മീനുണ്ടോ അതനുസരിച്ച് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാറ് ചേർക്കാവുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ നല്ല കുടംപുളി ആവശ്യത്തിന് അതും കൂടി ഇട്ട് കൊടുക്കും. മീനൊന്ന് നമ്മൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ മീനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കഴുകി മീനിട്ട് കൊടുക്കാവുന്നതാണ്. മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് എല്ലാം തട്ടി പൊത്തി വെക്കുക. അതിനുശേഷം നമുക്ക് അത് അടച്ച് വെക്കാവുന്നതാണ്. ഇനി അതിനുശേഷം നന്നായിട്ട് തിളയ്ക്കുന്നതിനും വരെ നമ്മൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാവുന്നതാണ് കേട്ടോ. തുറന്ന് നോക്കി നല്ല വെട്ടി തിളക്കിയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കറിയുടെ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ആ ചാറിനൊക്കെ നല്ല മണം. എന്നിട്ട് നമുക്ക് ഇനിയും 2 കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി.